പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹിയർ ദ സ്റ്റോറിയിലേക്ക് സ്വാഗതം. 1001 രാവുകളിൽ ദുഅൽ മക്കാൻ്റെയും ഷേർഖാൻ്റെയും കഥ തുടരുന്നു. വ്യാപാരി നുഷ്അത്തിനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അമൂല്യങ്ങളായ ആഭരണങ്ങളും അണിയിച്ചു. അയാൾ നുഷ്അത്തിനോട് പറഞ്ഞു, നീ എനിക്ക് ഒരു കാര്യം മാത്രം ചെയ്തു തരണം. ഞാൻ നിൻ്റെ വില നൽകിയ വിവരം ഷേർഖാനോട് പറയണം. അൽ നുഅ്മാനുള്ള കത്തിലും അതിനെക്കുറിച്ച് എഴുതിക്കണം. ബാഗ്ദാദിലേക്ക് കടത്തുന്ന എൻ്റെ ചരക്കുകളിൽ നികുതി ചുമത്തിക്കാതെ നോക്കണം. ബാഗ്ദാദ് എന്ന് കേട്ടപ്പോൾ തന്നെ നുഷ്അത്തിൻ്റെ നയനങ്ങൾ നിറഞ്ഞു. മകളെ, നീ ബാഗ്ദാദിൽ ആരെങ്കിലും അറിയുമോ? നിൻ്റെ കുടുംബക്കാർ ആരെങ്കിലും അവിടെയുണ്ടോ? ആ നാടിൻ്റെ പേര് കേൾക്കുമ്പോൾ നിൻ്റെ ഭാവം മാറുന്നില്ലല്ലോ. ഞാൻ അവിടെ ഒരാളെ മാത്രമേ അറിയൂ, രാജാവായ ഉമറിനെ. വ്യാപാരിക്ക് സന്തോഷമായി. അവസാനം തൻ്റെ ലക്ഷ്യം പ്രാപ്തമാകാൻ പോകുന്നു. ഉമർ അൽ നുഅ്മാനുമായി നിനക്ക് എങ്ങനെയാണ് പരിചയം? ഞാൻ അദ്ദേഹത്തിൻ്റെ പുത്രിയോടൊപ്പം ആ അന്തഃപുരത്തിൽ വളർന്നവളാണ്. അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ ആവശ്യപ്പെടുന്നതെന്തും അദ്ദേഹം നൽകും. നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും കാര്യം സാധിക്കുവാനുണ്ടോ? ഒരു കടലാസും തൂലികയും തന്നാൽ ഞാൻ എഴുത്തു തരാം. നുഷ്അത്ത് തന്നയച്ചതാണെന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഞാൻ അനവധി കഷ്ടപ്പാടുകൾ സഹിച്ച് പല കൈകളിൽ കൂടി ഇപ്പോൾ ബാഗ്ദാദിലെ ഗവർണറുടെ അടുത്തെത്തിയിരിക്കുന്നു എന്നും അദ്ദേഹത്തെ അറിയിക്കണം. വ്യാപാരിക്ക് നുഷ്അത്തിനോടുള്ള ആദരവ് വർദ്ധിച്ചു. ഖുർആൻ വായിക്കാൻ അറിയാമോ? അയാൾ ചോദിച്ചു. എനിക്ക് ഖുർആൻ അറിയാം, നിയമങ്ങളറിയാം, ഔഷധശാസ്ത്രവും മാന്ത്രിക രഹസ്യങ്ങളും എനിക്ക് മനഃപ്പാടമാണ്. കവിതയും ക്ഷേത്രഗണിതവും ശില്പകലയും വ്യാകരണവും ഭാഷാചരിത്രവും എല്ലാം എനിക്ക് ഹൃദയസ്ഥമാണ്. ഒരു കടലാസും തൂലികയും തരൂ, പ്രാസമുള്ള നല്ല കവിത എഴുതിത്തരാം. ബാഗ്ദാദിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് വായിച്ച് രസിക്കാം. വ്യാപാരിക്ക് വിസ്മയവും സന്തോഷവും തോന്നി. അയാൾ കടലാസും തൂലികയും കൊണ്ടുവന്ന് കൊടുത്തു. നുഷ്അത്ത് തന്നെക്കുറിച്ച് തന്നെ മനോഹരമായ ഒരു കവിത എഴുതി അയാളെ ഏൽപ്പിച്ചു. അയാൾ അതൊരു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചു. എങ്ങനെയാണ് അവളെ ആദരിക്കേണ്ടതെന്ന് വ്യാപാരിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഓരോ വാക്കിലും നോട്ടത്തിലും അയാൾ ബഹുമാനം പ്രകടിപ്പിച്ചു. അവളെ സ്നാനമന്ദിരത്തിൽ കുളിപ്പിക്കാനായി പരിചാരകരെ ഏൽപ്പിച്ചു. കുളി കഴിഞ്ഞു വന്നപ്പോൾ മനോഹരമായ ഉടയാടകളും ആഭരണങ്ങളും ചാർത്തിച്ചു. ചുരുക്കത്തിൽ അവൾക്ക് കൊടുത്ത വിലയേക്കാൾ അധികം ആ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും വേണ്ടി ചിലവായി. സർവാലങ്കാരഭൂഷിതയായി വരുന്ന ആ കോമളാംഗിയെ കണ്ട് ആളുകൾ അത്ഭുതസ്തബ്ധരായി. അവളുടെ സൗന്ദര്യത്തെ പുകഴ്ത്താത്തവരില്ലായിരുന്നു. ഇങ്ങനെ ഒരു അത്ഭുത സൃഷ്ടിയോ? ആളുകൾ സ്രഷ്ടാവിനെ പുകഴ്ത്തി. വ്യാപാരി ഷേർഖാൻ്റെ രാജധാനിയിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ഈ യുഗത്തിലെ ഏറ്റവും വലിയ അത്ഭുതത്തെ ഞാൻ അങ്ങയുടെ സമക്ഷത്ത് എത്തിച്ചിരിക്കുന്നു. ഈ കന്യക ലാവണ്യം കൊണ്ടും സംസ്കാരം കൊണ്ടും കീർത്തിയാർജിച്ചവളാണ്. ഷേർഖാൻ തൻ്റെ സഹോദരിയെ അതിനു മുൻപ് കണ്ടിട്ടേയില്ലായിരുന്നു. അതുകൊണ്ട് നുഷ്അത്തിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവളുടെ സൗന്ദര്യോധോരണിയിൽ ഷേർഖാൻ പുളകം കണ്ടു. പ്രഭോ, സൗന്ദര്യവും അവൾക്ക് ജന്മസിദ്ധമാണ്. അവൾ ആർജിച്ചിട്ടുള്ള സമ്പത്തും വളരെ വലുതാണ്. മതപരമായും സാമുദായികമായും എല്ലാം നല്ല വിജ്ഞാനമുണ്ടവൾക്ക്. ഈ സാമ്രാജ്യത്തിലെ ഏത് വലിയ ബുദ്ധിമാൻ്റെ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അവൾക്ക് കഴിയും, വ്യാപാരി പറഞ്ഞു. ഷേർഖാൻ ഉടനെ തന്നെ ഖജാൻജിയോട് വേണ്ട വില കൊടുത്ത് വ്യാപാരിയെ അയക്കാൻ കൽപ്പിച്ചു. അപ്പോൾ വ്യാപാരി പറഞ്ഞു, ഈ കുമാരിയെ ഞാൻ ഉമർ അൽ നുഅ്മാനു വേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങയോട് ഒരു കത്തും വാങ്ങിക്കൊണ്ട് പോകണമെന്ന് കരുതിയാണ് വന്നത്. അവൾക്കിഷ്ടമാണെങ്കിൽ ഇവിടെ നിർത്താം. പക്ഷേ അങ്ങൊരു ദയ കാണിക്കണം. എൻ്റെ ചരക്കുകൾക്ക് നികുതി ചുമത്തരുത്. 100,000 നാണയം കൊടുത്താണ് ഞാൻ ഇവളെ വാങ്ങിയത്. പിന്നെയും ഒരു 100,000 കൂടി ഞാൻ ഇവൾക്ക് വേണ്ടി ചെലവാക്കി. ഷേർഖാൻ ഖജാൻജിയോട് 200,000 നാണയം വ്യാപാരിക്ക് കൊടുക്കുവാൻ ആജ്ഞാപിച്ചു. സന്തോഷസൂചകമായി ഒരു പട്ടും വ്യാപാരിക്ക് നൽകി. വ്യാപാരിയുടെ ചരക്കുകൾക്ക് നികുതി ഒഴിവാക്കി കൊടുത്തു. ഷേർഖാൻ 4 കാദികളെ വരുത്തി.
ഞാൻ ഈ അടിമയെ സ്വതന്ത്രയാക്കി എൻ്റെ ധർമ്മപത്നിയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. സാക്ഷികളായിട്ടാണ് നിങ്ങളെ വിളിച്ചത്. കാദിമാർ വിവാഹ കരാർ തയ്യാറാക്കി. കാദിമാരെയും വ്യാപാരിയെയും മാത്രം അവിടെ നിർത്തി. ഞാൻ ഇവളോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാൻ പോകുന്നു. അവളുടെ വിജ്ഞാന നൈപുണ്യം പരീക്ഷിച്ചു നോക്കട്ടെ. ഷേർഖാൻ നുഷ്അത്തിനെ യവനികയ്ക്കപ്പുറം ഇരുത്തി. ഉടനെ അവിടെ സന്നിഹിതരായിരുന്ന അമീറുകളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പത്നിമാർ ആ സുന്ദരിയുടെ ചുറ്റും കൂടി. രാജ്ഞിയാകാൻ പോകുന്ന അവളെ എല്ലാവരും അഭിനന്ദിച്ചു. നുഷ്അത്ത് അവളോടെല്ലാം നന്ദി പറഞ്ഞ് ആദരവോടെ അവരുടെ അടുക്കലിരുന്നു. ആ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഇവൾ സ്വതന്ത്രയാക്കപ്പെട്ട അടിമയാണെന്നാണ് നാം കേട്ടത്. പക്ഷേ ജനനം കൊണ്ട് രാജകുമാരിയാണെന്നാണ് തോന്നുന്നത്. ഷേർഖാൻ യവനികയുടെ മറുവശത്തിരുന്ന് ചോദ്യങ്ങൾ തുടങ്ങി. പ്രിയപ്പെട്ട യുവതി, ഈ യുഗത്തിലെ പ്രകാശമേ, നിന്റെ വാക്കുകൾ കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നീ അതിപണ്ഡിതയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. നുഷ്അത്ത് പഞ്ചസാരയേക്കാൾ മാധുര്യമുള്ള സ്വരത്തിൽ പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം എനിക്ക് ആജ്ഞയാണ്. അങ്ങയുടെ സംതൃപ്തിക്കായി ജീവിതത്തിൻ്റെ 3 കവാടങ്ങളെക്കുറിച്ചുള്ള ആപ്തവാക്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വ്യക്തിത്വ രൂപവൽക്കരണമാണ് ആദ്യത്തെ കവാടം. ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം മനസ്സിൻ്റെ ഓജസ്സാണ്. ശരിയായ ഓജസ് വിശ്വാസാധിഷ്ഠിതമായ സുന്ദര വികാരമാണ്. ഊർജ്ജസ്വലമായ മാനസിക ജീവിതം നയിക്കാത്തവർക്ക് ഓജസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ 4 തുറകളുണ്ട്: ഭരണമണ്ഡലം, വാണിജ്യം, കാർഷിക വൃത്തി, കരകൗശലങ്ങൾ. ആദ്യം തന്നെ ഭരണമണ്ഡലത്തിൻ്റെ കാര്യമെടുക്കാം. ലോകത്തിലെ ഭരണകർത്താക്കൾ രാഷ്ട്രീയ പരിജ്ഞാനവും നയചാതുര്യവും ഉള്ളവരായിരിക്കണം. അവർ പ്രത്യേകിച്ച് സ്വന്തം കാര്യങ്ങളിൽ തൽപരരാകരുത്. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചതാവണം അവരുടെ കാഴ്ചപ്പാടുകൾ. ഈ ലക്ഷ്യം മുൻനിർത്തി ജീവിച്ചാൽ നീതിന്യായത്തിൽ നിന്നും അവർക്ക് വ്യതിചലിക്കേണ്ടി വരില്ല. സിംഹാസനത്തിന് വേണ്ടിയുള്ള വടംവലി ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ തിരുത്താൻ കഴിയാത്ത തെറ്റുകളിൽ ചെന്ന് ചാടുന്നു. ഒരു ഭരണകർത്താവ് നിഷ്പക്ഷമതിയായിരിക്കണം. എല്ലാ പ്രതിരോധങ്ങളെയും ചെറുത്തു നിൽക്കാൻ കരുത്തനായിരിക്കണം. പേർഷ്യയിലെ 3ാമത്തെ രാജാവായ അർദാഷിർ എന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഭരണകൂടവും വിശ്വാസവും ഇരട്ടപ്പെറ്റ സഹോദരികളാണെന്ന്. നമ്മുടെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ലോകത്തിൽ 2 വസ്തുക്കൾക്കാണ് ശക്തി. രണ്ടും വിശുദ്ധമാണെങ്കിൽ ലോകം അഭിവൃദ്ധി പ്രാപിക്കും. അവിശുദ്ധമായാൽ ലോകം അവിശുദ്ധമാകും. ഈ 2 വസ്തുക്കൾ ഭരണകൂടവും വിജ്ഞാനവുമാണ്. ബുദ്ധിമാനായ പണ്ഡിതവര്യൻ്റെ അഭിപ്രായം ശ്രദ്ധിക്കൂ. രാജാവ് ദൈവത്തിൻ്റെയും പ്രജകളുടെയും അവകാശം കാക്കണം. പ്രത്യേകിച്ചും എഴുത്തുകാരുടെയും യോദ്ധാക്കളുടെയും ഇടയിൽ സമാധാനം നിലനിൽക്കണം. തൂലിക എതിരായാൽ സിംഹാസനം താഴെ വീഴും. അൽദാഷിർ രാജാവ് അനേകം രാജ്യങ്ങൾ പിടിച്ചടക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം 4 സംസ്ഥാനങ്ങളായി തിരിച്ചിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രതീകമായി അദ്ദേഹം 4 മുദ്രമോതിരങ്ങൾ അണിഞ്ഞിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ഒരേ തരത്തിൽ പരിപാലിച്ചിരുന്നു. മുസ്ലിം ഭരണകാലം വരെ ഈ പദ്ധതി പിന്തുടർന്നു. പേർഷ്യയിലെ മഹാനായ കസ്ര രാജാവ് പടത്തലവനായ തൻ്റെ പുത്രന് ഒരു കത്തെഴുതി: മകനെ, അനുകമ്പയെ സൂക്ഷിക്കുക. അത് ഭരണകേന്ദ്രത്തെ ദുർബലമാക്കുന്നു. നിർദ്ദയത്വവും സൂക്ഷിക്കേണ്ട മനോഭാവമാണ്. അത് വിപ്ലവത്തെ ത്വരിതപ്പെടുത്തും. ഒരിക്കൽ ഒരറബി ഖലീഫയായ അബൂജാഫർ അബ്ദുള്ളയോട് പറഞ്ഞു, അങ്ങയെ അനുസരിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നായയെ പട്ടിണിക്കിടൂ. പക്ഷേ വഴിയാത്രക്കാരൻ അങ്ങയുടെ നായയ്ക്ക് ഒരു കഷ്ണം എല്ല് പോലും കൊടുക്കാനിടവരാതെ സൂക്ഷിക്കണം. അൽ മൻസൂറിന് ആ ഉപദേശം വളരെ പഥ്യമായി. അദ്ദേഹം ആ അറബിക്ക് വിലപ്പെട്ട സമ്മാനം നൽകി. ഖലീഫ അബ്ദുൾ മാലിക് ബിൻ മർവാൻ ഈജിപ്തിലെ സേനാനായകനായിരുന്ന തൻ്റെ സഹോദരനായ അബ്ദുൾ അസീസിനുള്ള ഒരു കത്തിൽ ഇങ്ങനെ എഴുതി:
മന്ത്രിസഭയ്ക്ക് നിന്നെ ഒന്നും പഠിപ്പിക്കുവാനില്ല. പക്ഷേ നിന്റെ ശത്രുവിന് നിന്റെ സൈന്യം എത്രത്തോളം സുശക്തമാണെന്ന് മനസ്സിലാക്കി തരാൻ കഴിയും. ഖലീഫ ഉമർ ബിൻ അൽ ഖട്ടാബ് ഉദ്യോഗസ്ഥന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ 4 പ്രതിജ്ഞകൾ നിറവേറ്റണമെന്ന് കൽപ്പിച്ചിരുന്നു. ഗർഭമുള്ള മൃഗത്തിൻ്റെ പുറത്ത് സവാരി ചെയ്യരുത്. ശത്രുക്കളെ കൊള്ളയടിക്കരുത്. വളരെ വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിക്കരുത്. പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കരുത്. അദ്ദേഹം പറയും, ബുദ്ധിയാണ് ധനം, അത് മാന്ത്രിക വചനമാണ്. ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ നമുക്ക് കേൾക്കാം.